നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ SFIO അടുത്ത നീക്കവുമായി എത്തിയിട്ടുണ്ട്. എക്സോലോജിക്കും CMRLും തമ്മിലുള്ള ബന്ധം സാമ്പത്തിക ഇടപാടിന്റെ വിശദാംശങ്ങൾ തേടിയാണ് CMRL ഉദ്യോഗസ്ഥർക്ക് SFIO സമൻസ് അയച്ചിരിക്കുന്നത്. ഇപ്പോൾ CMRLിലെ 8 ഉദ്യോഗസ്ഥർക്കാണ് സമൻസ് അയച്ചിരിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട് ഈ മാസം 28, 29 തീയതികളിൽ ചെന്നൈയിലെത്താനാണ് നിർദ്ദേശം. കേസിലെ വിവരങ്ങൾ തേടുന്നതിനായിട്ടാണ് സമൻസ് അയച്ചിരിക്കുന്നത്. അതേസമയം അറസ്റ്റ് നടപടികൾ തടയണമെന്ന് കാണിച്ച് CMRL ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി നൽകി. നേരത്തെ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ എക്സോലോജിക് കമ്പനി വലിയ തുകയുടെ സാമ്പത്തിക ഇടപാട് നടത്തിയ മുഴുവൻ കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അതായത് SFIOയുടെ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തുകയും ചെയ്തിരുന്നു. കേരളത്തിൽ മാത്രം 12 സ്ഥാപനങ്ങൾക്കാണ് നോട്ടീസ് ലഭിച്ചത്. അന്വേഷണത്തിന്റെ ഭാഗമായി എക്സോലോജിക് സൊല്യൂഷൻസിന്റെ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ SFIO പരിശോധിച്ചിരുന്നു. ഈ പരിശോധനയിൽ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നോട്ടീസ് അയച്ചത്. എക്സോലോജിക്കുമായി എന്തുതരം ഇടപാടാണ് നടത്തിയിട്ടുള്ളതെന്ന നോട്ടീസിലെ പ്രധാന ചോദ്യം ഉയർന്നിരിക്കുന്നത്. ഉൽപ്പന്നമോ സേവനമോ ഒക്കെ നൽകിയതിന് എക്സോലോജിക്കുമായി ഏർപ്പെട്ട കരാറിന്റെ പകർപ്പ്, വർക്ക് ഓർഡർ, ഇൻവോയ്സ് എന്നിവയുടെ പകർപ്പ് എന്നിവയെല്ലാം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു നോട്ടീസിൽ. 2016-17 മുതലാണ് എക്സോലോജിക്കിന് കർത്തയുടെ കരിമണൽ കമ്പനി അക്കൗണ്ട് വഴി പണം കൈമാറിയത്. IT അനുബന്ധ സേവനത്തിനാണ് പണം നൽകിയതെന്നാണ് CMRLന്റെയും എക്സോലോജിക്കിന്റെയും വാദം. ഈ കാലഘട്ടത്തിൽ 10ലധികം സ്ഥാപനങ്ങൾ എക്സോലോജിക്കുമായി വലിയ സാമ്പത്തിക ഇടപാട് നടത്തിയെന്ന് അക്കൗണ്ട് പരിശോധിച്ച് SFIO കണ്ടെത്തിയത്. മുൻപ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ വിവര ശേഖരണത്തിലും ചില സാമ്പത്തിക ഇടപാടുകളൊക്കെ കണ്ടെത്തിയിരുന്നു. അന്ന് സ്ഥാപന ഉടമകളിൽ നിന്ന് മൊഴിയെടുത്തെങ്കിലും അന്വേഷണം മുന്നോട്ട് പോയില്ല. ഈ വിവരങ്ങളും SFIOയ്ക്ക് കൈമാറിയിട്ടുണ്ട്. CMRLന് കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട അനധികൃതമായി അനുമതി നൽകിയതിന് പകരമായാണ് വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സോലോജിക്കിന് പണം നൽകിയത് എന്നാണ് ആരോപണം. പണമിടപാട് അന്വേഷിക്കാൻ ജനുവരി 31-നാണ് SFIO അന്വേഷണ സംഘം രൂപീകരിച്ചത്. പണമിടപാടിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അതായത് ROC അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയായിരുന്നു SFIOയും അന്വേഷണം ആരംഭിച്ചത്. എക്സോലോജിക് CMRL ഇടപാടുകളിൽ ക്രമക്കേടുകൾ നടന്നതായി ROC കണ്ടെത്തിയിരുന്നു. ഒരു സേവനവും നൽകാതെ എക്സോലോജിക്കിന് CMRL വൻതുക കൈമാറിയെന്നായിരുന്നു കണ്ടെത്തൽ. തുടർന്നാണ് അന്വേഷണം SFIOയ്ക്ക് കൈമാറുന്നത്. 8 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കാനായിരുന്നു നിർദ്ദേശം. ഇതിനിടെ അന്വേഷണത്തെ ചോദ്യം ചെയ്തുകൊണ്ട് എക്സോലോജിക് കർണാടക ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു. ROC അന്വേഷണത്തിനിടെ SFIOയും സമാന്തര ഇടപാട് നടത്തുന്നതിനിടെയാണ് എക്സോലോജിക് ചോദ്യം ചെയ്തത്. എന്നാൽ CMRLിൽ നിന്ന് 1.72 കോടി രൂപ എക്സോലോജിക് കൈപ്പറ്റിയതിന് തെളിവുണ്ടെന്നും ഗുരുതര കുറ്റമാണെന്നും SFIO ഹൈക്കോടതിയിൽ വാദിക്കുകയായിരുന്നു. ഹർജിയിൽ എക്സോലോജിക്കിന്റെ ആവശ്യം തള്ളിയ കോടതി SFIO അന്വേഷണം തുടരാമെന്ന് അറിയിക്കുകയായിരുന്നു. അതിനിടെ മാസപ്പടി കേസിൽ വിശദമായ അന്വേഷണം ആവശ്യമാണെന്ന് ED കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. എക്സോലോജിക്കിന് കരിമണൽ CMRL നൽകിയ പണത്തിന്റെ സ്രോതസ് കണ്ടെത്തേണ്ടതുണ്ട്. CMRLന്റെ കണക്കുകൾ പലതും കൃത്രിമമാണെന്നും ED കോടതിയെ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ വിവരങ്ങളെല്ലാം പിണറായിയുടെ മൂടിന് തീ പിടിപ്പിക്കുന്നതാണെന്നതിൽ സംശയമൊന്നുമില്ല. കാരണം SFIOയുടെ അന്വേഷണം കൂടി അത് CMRLലെ ഉദ്യോഗസ്ഥരോട് ഹാജരാകാൻ പറയുന്നത് വെറുതെ അങ്ങ് ഹാജരാകാൻ പറയലല്ല എന്നുള്ളത് നന്നായിട്ടറിയാം. ഇവിടെയൊന്നും ഹർജി കൊടുത്താലും പിണറായിക്കും CMRLനും ഇവിടെ നിക്കക്കളി ഉണ്ടാകില്ല. അത് മുൻപേ തന്നെ വീണയുടെ ഹർജി കർണാടക, കേരള ഹൈക്കോടതികൾക്ക് തള്ളിയിരുന്നത് കൊണ്ട് തന്നെ പിണറായിക്ക് നന്നായിട്ട് അറിയാം. ഈ വിവരം എന്തായാലും CMRL MD ശശിധരൻ കർത്തയ്ക്കും അറിയാം. അതുകൊണ്ടാണ് CMRLന് നോട്ടീസ് നൽകിയതോടുകൂടി അവർ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത്. എന്തായാലും ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുമ്പോൾ പിണറായിക്ക് കുടുക്ക് കൂടുകയാണ് എന്നുള്ളത് തന്നെയാണ് വിവരം. CMRLലെ ഉദ്യോഗസ്ഥരിൽ നിന്ന് വഴിവിട്ട എന്തെങ്കിലും ഒരു വിവരം SFIOയ്ക്ക് ലഭിച്ചാൽ അത് വീണയുടെ കഴുത്തിലെ കുരുക്കായി മാറുമെന്നുള്ളതിൽ സംശയമൊന്നുമില്ല. നന്ദി.